എല്ലാവർക്കും നമസ്കാരം. ജനുവരി 2 തൊട്ടിട്ട് സംസ്കൃതത്തിൻ്റെ ഓൺലൈൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കേരള സിലബസിലുള്ള സ്റ്റാൻഡേർഡ് 5 തൊട്ട് 10 വരെയുള്ള കുട്ടികൾക്കാണ് യൂസ്ഫുൾ ആവുക. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 9846770380 ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ചാപ്റ്റർ 7 പാഠമാണ്. നിയമ്യതാം സ്വയം എന്നുള്ളതാണ്. ആദ്യം നമുക്ക് പാഠപ്രവേശത്തിലേക്ക് കടക്കാം. മാനവാനാം എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യരുടെ പ്രകൃത്യൈ പുരോഗതിക്കും യോഗക്ഷേമായ ആത്മീയ സുഖത്തിനുമായി ഭവിക്കുന്നു സർവാണി ശാസ്ത്രാണി. എന്താണ് മനുഷ്യരുടെ പുരോഗതിക്കും ആത്മീയ സുഖത്തിനായി ഭവിക്കുന്നത്? സർവാണി ശാസ്ത്രാണി, എല്ലാ ശാസ്ത്രങ്ങളും. പരന്തു എന്ന് പറഞ്ഞാൽ എന്താ? എന്നാൽ തേഷാം, അവയുടെ എന്ന് പറയുന്നത് ശാസ്ത്രങ്ങളുടെ ആത്യന്തിക ലാഭം എന്ന് പറയുന്നത് ജീവിനാം സൗഖ്യമേവ, ജീവികളുടെ സൗഖ്യം തന്നെയാണ്. കാവ്യാദികളുടെ അധ്യയനസ്യാപി, പഠനത്തിൻ്റെ ലക്ഷ്യമേതദേവ. അപ്പോൾ കാവ്യാദികളുടെ പഠനത്തിൻ്റെയും ലക്ഷ്യം എന്താണ്? ഇതുതന്നെയാണ്. മാനസോല്ലാസ വിവർധനായ, മാനസിക ഉല്ലാസം വർദ്ധിപ്പിക്കുന്നതിന് ഉപയുക്താനി എന്ന് പറഞ്ഞാൽ എന്താണ്? സഹായിക്കുന്ന ഉപയുക്താനി എന്ന് പറഞ്ഞാൽ സഹായിക്കുന്ന ഉപദേശരൂപത്തിലുള്ള കാനിചന ചില പദ്യങ്ങൾ പഠിക്കാം. അപ്പോൾ ആമുഖം നോക്കൂ. പഞ്ചമഹാകാവ്യങ്ങൾ സംസ്കൃത സാഹിത്യത്തിൽ അതിപ്രസിദ്ധാനി ഭവന്തി, വളരെയേറെ പ്രസിദ്ധങ്ങളാണ്. തേഭ്യോ, ആ മഹാകാവ്യങ്ങൾക്ക്, തേഭ്യോ എന്നുള്ളതാണ്. മഹാകാവ്യങ്ങൾക്ക് പൂർവം, മുമ്പ്. കാനിചന ചില കാവ്യങ്ങൾ രചിച്ചിട്ടുണ്ട്. വിരചിതാനി ഭവന്തി, രചിച്ചിട്ടുണ്ട്. തേഷു ആ മഹാകാവ്യങ്ങളിൽ, മഹാകാവ്യങ്ങളിൽ അശ്വഘോഷന്റെ സൗന്ദരാനന്ദം രചനാരീതിയുടെ ലാളിത്യം കൊണ്ടും അർത്ഥസമ്പുഷ്ടി കൊണ്ടും സുപ്രസിദ്ധമാണ്. കാവ്യമിതം, ഈ കാവ്യം വിദേശങ്ങളിൽ പോലും ഭാഷാന്തരീകൃത്യ, മറ്റ് ഭാഷകളിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? വിവർത്തനം ചെയ്ത് പ്രചരിക്കുന്നു. ബുദ്ധധർമ്മം പ്രചരിക്കുന്നതിനായി വിരചിതേ രചിക്കപ്പെട്ട മഹാകാവ്യേ, ഈ മഹാകാവ്യത്തിൽ 18 സർഗാഃ സന്തി, എത്ര സർഗങ്ങളുണ്ട്? 18 സർഗങ്ങളുണ്ട്.
തത്ര അവിടെ. മനസംയമനസ്യ മനസ്സിനെ നിയന്ത്രിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ബഹവഃ ധാരാളം ഉപദേശാഃ ഉപദേശങ്ങൾ വിദ്യന്തെ ഉണ്ട്. ധാരാളം ഉപദേശങ്ങളുണ്ട്. തത്രസ്ഥാൻ അതിലുള്ള കാഞ്ചന ചില ശ്ലോകങ്ങൾ പഠാമഹ പഠിക്കാം എന്നാണ് പറയുന്നത്. നിശ്രേയസ് സത്യോദകഃ എന്താണ്? സമ്പൂർണ്ണ ഐശ്വര്യത്തെ ദ്യോതകഃ പ്രകാശിപ്പിക്കുന്ന ഹിതകരോ അഭി ഹിതകരമായ ഉപദേശമാണെങ്കിലും ശ്രവണസമയെ കേൾക്കുന്ന സമയത്ത് ശ്രോതേഷു കേൾവിക്കാരനിൽ അപ്രിയത്വം ജനിപ്പിക്കുന്നു. ഇത് ദൃഷ്ടാന്തേന കഥയതി എന്ന് ഉദാഹരണത്തോടു കൂടി പറയുന്നു. ഇനി ശ്ലോകം നോക്കൂ. അനിഷ്ടമഭ്യ ഔഷധമാധുരായ ദദാതി വൈദ്യശ്ച യഥാ നിഗൃഹ്യ തദ്വന്മയോക്തം പ്രതികൂലമേത തുഭ്യം ഹിതോദർക്കമനുഗ്രഹായ. അതാണ് ശ്ലോകം. ഇനി പദത്തിൻ്റെ അർത്ഥങ്ങൾ നോക്കാം. അനിഷ്ടം എന്ന് പറയുന്നത് ഇഷ്ടമില്ലാത്തത്. ഔഷധം എന്ന് പറഞ്ഞാൽ എന്താണ്? മരുന്ന്. ആതുരഃ രോഗി. നിഗ്രഹ്യ നിർബന്ധപൂർവം. ഇനി നമുക്കതിൻ്റെ പദച്ഛേദം ഒന്ന് നോക്കാം. അഭ്യൗഷധം അഭി ഔഷധം വൈദ്യശ്ച വൈദ്യഃ ച തദ്വന്മയോക്തം തദ്വത് മയാ ഉക്തം. ഇനി വിഗ്രഹം നോക്കൂ. അനിഷ്ടം ന ഇഷ്ടമാണ് അനിഷ്ടം. ഹിതോദർക്കം ഉദർക്കെ ഹിതം എന്നാണ്. ഇനി അന്വയം നോക്കൂ. അന്വയം വച്ചിട്ട് അർത്ഥം പറയാം. യഥാ എപ്രകാരമാണോ വൈദ്യഃ വൈദ്യൻ ആതുരായ രോഗിക്കായിക്കൊണ്ട് രോഗശമനത്തിനായി അപ്പം എപ്രകാരമാണോ വൈദ്യൻ രോഗിക്കായിക്കൊണ്ട്, അതാണ് ആതുരായ രോഗിക്കായിക്കൊണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക, രോഗശമനത്തിന് വേണ്ടി. അനിഷ്ടമഭി എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്രിയം അഭി ഇഷ്ടമില്ലാത്തതാണെങ്കിലും ഔഷധം ഭേഷജം മരുന്ന്, ഔഷധമാണ്, ഔഷധം മരുന്ന്, നിഗൃഹ്യ നിർബന്ധിച്ച്, ദദാതി കൊടുക്കുന്നത്, തദ്വത് അപ്രകാരം, മയാ എന്നാൽ അല്ലെങ്കിൽ ഞാൻ, യദുക്തം യാതൊന്നു പറയുന്നുവോ, ഏതത് അതെന്ന് പറഞ്ഞാൽ ആ ഉപദേശം, പ്രതികൂലം ഭവതി പ്രതികൂലം നിനക്ക് ഇഷ്ടമില്ലാത്തതായി, ഭവതി ഭവിക്കുന്നു, തുഭ്യം ഭവതി ആ ഉപദേശം, ഭാവിയിൽ ഹിതോദർക്കം നിനക്ക് നന്മയുണ്ടാകുന്നതും, അനുഗ്രഹായ ച ഭവതി
അഭിഷ്ടദായകവുമായി ഭവിക്കും. ഇതാണ് അതിൻ്റെ അർത്ഥം വരിക. അപ്പോൾ ഒന്നും കൂടെ പറയാം. എപ്രകാരമാണോ വൈദ്യൻ രോഗിക്കായിക്കൊണ്ട് രോഗശമനത്തിന് വേണ്ടിയെന്ന് ഉദ്ദേശിക്കുക, ഇഷ്ടമില്ലാത്തതാണെങ്കിലും ഭേഷജം മരുന്ന് നിർബന്ധിച്ച് കൊടുക്കുന്നത്, അപ്രകാരം എന്നാൽ എന്ന് പറഞ്ഞാൽ ഞാൻ, യദുക്തം യാതൊന്നു പറയുന്നുവോ അത് നിനക്ക് ഇഷ്ടമില്ലാത്തതായി ഭവിക്കുന്നു. ആ ഉപദേശം ഭാവിയിൽ നിനക്ക് നന്മയുണ്ടാകുന്നതും അഭിഷ്ടദായകവുമായി ഭവിക്കും. അതാണ് അതിൻ്റെ അർത്ഥം. അടുത്ത നമുക്ക് നോക്കാം. ആയുരാരോഗ്യ മൃത്യുരൂപാഹ. ആയുരാരോഗ്യ മൃത്യുരൂപങ്ങളായ ത്രിദോഷങ്ങൾ യാവത് എത്ര വരെ ന ബാധന്തെ ബാധിക്കാതിരിക്കുന്നുവോ തസ്മാത് പൂർവം അത് ബാധിക്കുന്നതിന് മുമ്പ് ശ്രേയസ്കരങ്ങളായ കാര്യങ്ങൾ കരണീയാനി ചെയ്യേണ്ടതാണ് ഇത്യുപദിശ്യതി എന്ന് ഉപദേശിക്കുന്നു. അപ്പം എന്താ പറയുന്നത്? ആയുരാരോഗ്യ മൃത്യുരൂപങ്ങളായ ത്രിദോഷങ്ങൾ എത്ര വരെ ബാധിക്കാതിരിക്കുന്നുവോ അത് ബാധിക്കുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യണം? ശ്രേയസ്കരങ്ങളായ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതാണ് എന്ന് നമ്മൾ ഉപദേശിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആയുരാരോഗ്യ മൃത്യുരൂപങ്ങൾ ത്രിദോഷങ്ങളാണ്. അപ്പം നമ്മളെ ബാധിക്കാതിരിക്കുന്നുവോ, എത്ര വരെയാണോ ബാധിക്കാതിരിക്കുന്നത് അതിന് മുമ്പ് തന്നെ നമ്മൾ നല്ല ശ്രേയസ്കരങ്ങളായ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് എന്ന് ഉപദേശിക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത ശ്ലോകം നോക്കൂ. തദ്യാവദേവ ക്ഷണസന്നിപാതോ ന മൃത്യുരാഗച്ഛതി യാവദ്വയോ യോഗവിദ്ധൗ സമർത്ഥം ബുദ്ധി കുരു ശ്രേയസി താവദേവ. തദ്യാവദേവ പദച്ഛേദാട്ടോ പറയണത്. തദ്യാവദേവ തത് യാവത് ഏവ ക്ഷണസന്നിപാതോ ന ക്ഷണസന്നിപാതഃ ന താവദേവ താവത് ഏവ മൃത്യുരാഗച്ഛതി മൃത്യുഃ ആഗച്ഛതി യാവദ്വയോ യോഗവിധൗ യാവത് വയം യോഗവിധൗ. ഇനി അന്വയം നോക്കൂ. തത് യാവദേവ എന്തുകൊണ്ടെന്നാൽ എത്ര കാലം വരെ. എന്തുകൊണ്ടെന്നാൽ യാവദേവ എത്ര കാലം വരെ. ക്ഷണസന്നിപാത ആയുസ് നിലനിൽക്കുന്നുവോ. യാവദേവ മൃത്യുഹു യാതൊരു കാലം വരെ മരണം. നാഗച്ഛതി വന്നു ചേരാതിരിക്കുന്നുവോ. യാവത് വയഃ അതെന്താണ്? യാതൊരു കാലം വരെയാണോ യോഗവിധൗ സമർത്ഥഃ യോഗാഭ്യാസമുറ ചെയ്യാൻ ശരീരത്തിന് കഴിയുന്നുവോ. താവദേവ അക്കാലം വരെ ശ്രേയാംസി ശുഭകർമ്മങ്ങൾ ചെയ്യുന്നതിൽ ബുദ്ധിം കുരു ബുദ്ധിയെ വിനിയോഗിക്കൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നും കൂടി പറയാം. തത് യാവദേവ എന്ന് പറഞ്ഞാൽ എന്താ? എന്തുകൊണ്ടെന്നാൽ എത്ര കാലം വരെയാണോ ആയുസ് നിലനിൽക്കുന്നുവോ യാതൊരു കാലം വരെ മരണം വന്നു ചേരാതിരിക്കുന്നുവോ യാതൊരു കാലം വരെയാണോ യോഗാഭ്യാസമുറ ചെയ്യാൻ ശരീരത്തിന് കഴിയുന്നുവോ ആ കാലം വരെ ശുഭകർമ്മങ്ങൾ ചെയ്യുന്നതിൽ ബുദ്ധിയെ വിനിയോഗിച്ചാലും. ഇതാണ് അതിൻ്റെ അർത്ഥം വരിക.
ശരീരം സർവഥ, ശരീരം എല്ലാ പ്രകാരത്തിലും അനിത്യം ഭവതി, അനിത്യമാകുന്നു. അതഹ, അതുകൊണ്ട് സ്വകീയേ, സ്വന്തം ബലവിഷയെ, ബലവിഷയത്തില് അഹങ്കാര ന കാര്യ, അഹങ്കാരം പാടില്ല എന്നാണ് പറയുന്നത്. ഒന്നുകൂടി പറയാം. ശരീരം എല്ലാ പ്രകാരത്തിലും അനിത്യമാകുന്നു, അതുകൊണ്ട് സ്വന്തം ബലവിഷയത്തില് അഹങ്കാരം പാടില്ല എന്നാണ് പറയുന്നത്. യഥാ അന്നപാന സനയാന കർമ്മണ മസേവനാദ അഭ്യതിസേവനാദപി ശരീരമാപന്ന വിഭക്തി ദൃശ്യതേ ബലേ അഭിമാനസ്തവ കേന ഹേതുന. ഒന്നുകൂടി പറയാം. യഥാ അന്നപാന സനയാന കർമ്മണ മസേവനാദ അഭ്യതിസേവനാദപി ശരീരമാപന്ന വിഭക്തി ദൃശ്യതേ ബലാഭിമാനസ്തവ കേന ഹേതുന. ഒന്നുകൂടെ പറയാം. യദന്ന പാനാസന യാനകർമ്മണ മസേവനാദ അഭ്യതിസേവനാദപി ശരീരമാപന്ന വിഭക്തി ദൃശ്യതേ ബലേ അഭിമാനസ്തവ കേന ഹേതുന. യഥാ അന്നപാന അസേവന, അങ്ങനെയാണ് അത് വായിക്കാം കേട്ടോ. യഥാ അന്നപാന സനയാന കർമ്മണാം അസേവനാദ അഭ്യതിസേവനാദപി ശരീരമാപന്ന വിഭക്തി ദൃശ്യതേ ബലേ അഭിമാനസ്തവ കേന ഹേതുന ആണ് പറയാം. ഒന്നുകൂടി വായിക്കാം. ഇത്തിരി പാടുള്ള ശ്ലോകമാണ്. യഥാ അന്നപാന സനയാന കർമ്മണ സേവനാദ അഭ്യതിസേവനാദപി ശരീരമാപന്ന വിഭക്തി ദൃശ്യതേ ബലേ അഭിമാനസ്തവ കേന ഹേതുന. പദത്തിൻ്റെ അർത്ഥം നോക്കൂ. വിഭക്തി ആപത്ത് എന്നാണ്, അഭിമാനഃ അഹങ്കാരം, ഹേതഃ കാരണം. പദച്ഛേദം നോക്കൂ. യഥാ അന്നപാനം, യഥാ അന്നപാനം, അസേവനാദ് അഭ്യതിസേവനാദപി, അസേവനാദ് അഭി അതിസേവനാദ് അഭി ബലേ അഭിമാനസ്തവ, ബലേ അഭിമാനഃ തവ. അപ്പോൾ ഒന്നുകൂടി ശ്ലോകം പറയാം. യഥാ അന്നപാന സനയാന കർമ്മണ സേവനാദഭ്യതിസേവനാദപി ശരീരമാപന്ന വിഭക്തി ദൃശ്യതേ ബലേ അഭിമാനസ്തവ കേന ഹേതുന. ടഫുള്ളത് കൊണ്ടാണ് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത് കേട്ടോ. യഥാ അന്നപാന സനയാന കർമ്മണോ സേവനാദ അഭ്യതിസേവനാദപി ശരീരമാപന്ന വിഭക്തി ദൃശ്യതേ ബലേ അഭിമാനസ്തവാക്കേന ഹേതുന. ഇനി നമുക്ക് അതിൻ്റെ അന്വയങ്ങളൊന്ന് നോക്കാം. അന്വയം. യഥാ, യാതൊരു കാലം വരെയാണോ അന്നപാനാസനയാന കർമ്മനാം ഭക്ഷണത്തിൻ്റെയും വെള്ളത്തിൻ്റെയും വ്യായാമം വിശ്രമാദികളുടെയും അസേവനാത് അഭാവത്താൽ എന്ന് വെച്ചാൽ ചെയ്യാതിരിക്കുമ്പോഴും അപ്പോൾ ഒന്നുകൂടി പറയാം. യഥാ, യാതൊരു കാലം വരെയാണ് അന്നപാന ആസന്നയാന കർമ്മനാം എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? ഭക്ഷണത്തിൻ്റെയും വെള്ളത്തിൻ്റെയും വ്യായാമ വിശ്രമാദികളുടെയും അസേവനാത് അഭാവത്താലും ചെയ്യാതിരിക്കുമ്പോഴും അതിസേവനാത് അമിതോപയോഗത്താലും ചെയ്യാണ്ടിരിക്കുമ്പോഴും അത് അമിതമായ ഉപയോഗത്താലും ശരീരം ആപന്ന വിഭക്തി നശിക്കുമെന്നിരിക്കെ ദൃശ്യതേനാണ്.
അപ്പം അത് നമ്മുടെ ശരീരത്തിൽ നശിക്കുമെന്ന് ബാധിക്കുന്നത് എന്താ പറയുക, ഇപ്രകാരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നശിക്കുന്നത്. നമ്മുടെ ശരീരം ഇപ്രകാരം നശിക്കുന്നത് നമ്മൾ കാണാൻ കഴിയുമെങ്കിലും അങ്ങ് തവ കേന ഹേതുന, അങ്ങ് എന്ത് കാരണം കൊണ്ടാണ് ബലയഭിമാനഃ ഭവതി, അഹങ്കരിക്കുന്നത്, എന്ത് കാര്യത്തിനാണ് നീ നിന്റെ ശക്തിയിൽ അഹങ്കരിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നും കൂടി ഞാൻ അതിൻ്റെ അർത്ഥം പറയാം. യാതൊരു കാലം വരെയാണ് ഭക്ഷണത്തിൻ്റെയും വെള്ളത്തിൻ്റെയും വ്യായാമാദികളുടെയും അഭാവത്താലും, എന്നുവെച്ചാൽ അത് ചെയ്യാതിരിക്കുമ്പോഴും അല്ലെങ്കിൽ അമിത ഉപയോഗത്താലും ശരീരം നശിക്കുന്നു എന്നിരിക്കെ, ഇപ്രകാരം അതെന്താ ശരീരം നശിക്കുന്നത് ദൃശ്യതയെന്ന് പറഞ്ഞാൽ ശരീരം നശിക്കുന്നത് കാണാൻ കഴിയുമെങ്കിലും എന്ത് കാര്യത്തിനാണ് നീ നിന്റെ ശക്തിയിൽ ഇങ്ങനെ അഹങ്കരിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മൾ പരസ്പര ആശ്രയത്വം കൊണ്ടെങ്കിലേ നമ്മൾക്ക് ലക്ഷ്യസ്ഥാനത്തെത്താൻ പറ്റൂ എന്നാണ് നമ്മൾ പറയുന്നത്, അല്ലേ? അടുത്ത ശ്ലോകം കൊണ്ടാണ് അത് മനസ്സിലാവുക. പരസ്പര ആശ്രയത്വം പരസ്പര ആശ്രയത്വം കൂടാതെ കസ്യപി ഒരാൾക്കും കേവലം ആത്മബലം കൊണ്ട് ഏവ യത് കിമപി ഒന്നും ചെയ്യാൻ കഴിയുകയില്ലെന്ന് യത് കിമപി കർത്തും ന ശക്യതേ ഇത് ദൃഷ്ടാന്തഃ സമർത്ഥ്യതി എന്നുള്ള ദൃഷ്ടാന്തം ഉദാഹരണങ്ങളിലൂടെ നമുക്ക് സമർത്ഥിക്കുന്നു. അപ്പം പരസ്പര ആശ്രയത്വം വിനാ കൂടാതെ കസ്യാപി ഒരാൾക്കും കേവലം ആത്മനഃ ബലേന ആത്മബലം കൊണ്ട് ഏവ യത് കിമപി കർത്തും ന ശക്യതേ ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ലെന്ന് ഇത് ദൃഷ്ടാന്തൈഹി സമർത്ഥൈഹി ഉദാഹരണങ്ങളിലൂടെ സമർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത ശ്ലോകം നോക്കൂ. യഥാ ഹിമാർത്തോ ജ്വലനം നിഷേവതേ ഹിമം നിദാഘാഭിഹതോ അഭികാംക്ഷതി ക്ഷുധാന്വിതോ അന്നം സലിലം തൃഷാന്വിതോ ബലം കുതഃ കിം ച കഥം ച കസ്യജ എന്നാണ് പറയുന്നത്. ഹിമം എന്ന് പറഞ്ഞാൽ എന്താണ്? മഞ്ഞെന്നാണ്. ആദഹ ദുഃഖിതൻ, ജ്വലനം അഗ്നി, നിദാദഹ വേനൽ ചൂട്, അഭികാംക്ഷന്തി ആഗ്രഹിക്കുന്നു, ക്ഷുധാന്വിത വിശപ്പോട് കൂടിയവൻ, തൃഷ്വാന്വിത ദാഹത്തോട് കൂടിയവൻ എന്നാണ് അർത്ഥം. പദച്ഛേദം നോക്കൂ. ഹിമാർത്ഥോ ജ്വലനം, ഹിമാർത്ഥഃ ജ്വലനം, നിദാദ അഭിഹിതോ അഭികാംക്ഷതി, നിദാദ അഭിഹതഃ അഭികാംക്ഷതി, ക്ഷുധാന്വിതോ അന്നം, ക്ഷുധാന്വിതഃ അന്നം. വിഗ്രഹം നോക്കൂ. ഹിമാർത്ഥഃ ഹിമേന ആർത്തഃയാണ് ഹിമാർത്ഥഃ, നിദാദ അഭിഹിതഃ നിദാദേന അഭിഹതഃ, ക്ഷുധാന്വിതഃ ക്ഷുധയാ അന്വിതഃ, തൃഷാന്വിതഃ തൃഷയാ അന്വിതഃ. ഇനി അതിൻ്റെ നമുക്ക് അർത്ഥം നോക്കാം. യഥാ യാതൊരു കാലത്താണോ ഹിമാർത്ഥഃ തണുപ്പ് കൊണ്ട് ക്ലേശിക്കുന്നവനായ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുന്നവനായ ഒരാൾ ജ്വലനം നിഷേവതേ അഗ്നിയെ ശരണം പ്രാപിക്കുന്നത്, നിദാദാഭിഹതഃ കൊടും ചൂടുകൊണ്ട് വലഞ്ഞ ഒരാൾ ഹിമം നിഷേവതേ തണുപ്പിനെ ആശ്രയിക്കുന്നവോ, ക്ഷുധാന്വിതഃ വിശന്നു വലഞ്ഞവൻ അന്നം നിഷേവതേ ഭക്ഷണത്തെ ആശ്രയിക്കുന്നുവോ, തൃഷാന്വിതഃ ദാഹിക്കുന്നവൻ സലിലം നിഷേവതേ ജലത്തെ ആഗ്രഹിക്കുന്നുവോ അല്ലെങ്കിൽ ആശ്രയിക്കുന്നുവോ. ഇങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ അവസ്ഥ എന്ന് പറയാണ്. തഥാ ബലം കുതഃ അപ്പോൾ ആ സമയത്ത് എപ്രകാരമാണോ ആ ബലം കൊണ്ട് ഒരാൾക്കും എന്തുണ്ടാവില്ല, ഒരു പ്രയോജനവും ഉണ്ടാവില്ല. അല്ലെങ്കിൽ എന്താ പറയാം, തഥാ ബലം കുതഃ ആ
കാലത്തെല്ലാം ബലം എവിടെ? എല്ലാത്തിനും മറ്റുള്ള ഒരാളെ ആശ്രയിക്കുകയാണ് അല്ലേ? അപ്പം തഥാ ബലം കുതഹ, കാലത്തെല്ലാം ബലം എവിടെ? കിഞ്ച കഥം ച, ബലം എത്രയുണ്ട്? എങ്ങനെയുള്ളതാണ് ആ ബലം? കസ്യജ അസ്തി, ആർക്കാണ് ബലമുള്ളത്? അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഒന്നും കൂടി പറയാം. യഥാ യസ്മിൻ കാലേ, യാതൊരു കാലത്താണോ ഹിമാർത്ത, തണുപ്പ് കൊണ്ട്, ശൈത്യേന പീഡിത, തണുപ്പ് കൊണ്ട് ക്ലേശിക്കുന്നവനായ ഒരാള് ജ്വലനം നിഷേവതേ, അഗ്നിയെ ശരണം പ്രാപിക്കുന്നുവോ, നിദാത അഭിഹിത അഭി എന്ന് വെച്ചാൽ എന്താണ്? കൊടും ചൂടുകൊണ്ട് വലയുന്നവനാ ആരാണോ അവൻ ഹിമം നിഷേവതേ, തണുപ്പിനെ ആശ്രയിക്കുന്നുവോ, ശുതാന്വിത, വിശന്നു വലയുന്നവൻ എന്തിനെ? അന്നം നിഷേവതേ, ഭക്ഷണത്തെ ആശ്രയിക്കുന്നുവോ, തൃഷാനിത, ദാഹിക്കുന്നവൻ, സലിലം നിഷേവതേ, ജലത്തെ ആഗ്രഹിക്കുക അല്ലെങ്കിൽ ആശ്രയിക്കുന്നുവോ. ഇതൊക്കെ ഓരോ മനുഷ്യൻ്റെ അവസ്ഥകളാണ്. തഥാ ബലം കുതഹ, അപ്പം ആ കാലത്തെല്ലാം, ഇങ്ങനെ വിഷമിക്കുന്ന കാലത്തെല്ലാം, അതാണ് തഥാ ബലം കുതഹ, ആ കാലത്തെല്ലാം ബലം എവിടെ എന്നാണ് ചോദിക്കുന്നത്. തഥാ ബലം കുതഹ, ആ കാലത്തെല്ലാം ബലം എവിടെ? കിഞ്ച കഥം ച, ബലം എത്രയുണ്ട് അല്ലെങ്കിൽ എങ്ങനെയുള്ളതാണ് ആ ബലം? കസ്യച അസ്തി, ആർക്കാണ് ആ ബലം ഉള്ളത്? അപ്പം എന്താണ് ഇതിൽ നിന്ന് നമ്മൾ അർത്ഥാക്കുക? പരസ്പരം ആശ്രയത്തിലൂടെ മാത്രമേ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ എന്നാണ് പറയുന്നത്. അടുത്തത് നമ്മൾ നോക്കാം. നമുക്ക് അടുത്തത് നോക്കാം. ത്വം ബലവാൻ അസീചേത്, നീ ബലവാനാണെങ്കിൽ, ത്വം ബലവാൻ അസീചേത് താവത്, നീ ബലവാനാണെങ്കിൽ എന്ത് ചെയ്യണം? പ്രഥമം ആത്മനിയന്ത്രണം, ആദ്യം ആത്മനിയന്ത്രണം കുരു, ചെയ്യൂ എന്ന് ഇതി നിർദ്ദേശിക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത നോക്കൂ. ബലം മഹദ്വായതിയേന മന്യസേ കുരുഷ യുദ്ധം സഹ താവദിന്ദ്രിയൈഃ ജയശ്ച തേ അത്രാസ്തി മഹച്ഛ തേ ബലം പരാജയശ്ചേദ്വിദഗ്ധം ച തേ ബലം. അപ്പം അതിൻ്റെ പദച്ഛേദം നോക്കൂ. മഹദ്വാ, മഹത് വാ, താവദിന്ദ്രിയൈഃ, താവത് അധികം ഇന്ദ്രിയൈഃ, ജയശ്ച, ജയഃ ച, തേ അത്രാസ്തി, തേ അത്ര അസ്തി, മഹച്ഛ, മഹത് ച, പരാജയ ഛേദ്, പരാജയ ഛേദ്. ഇനി നമുക്ക് അതിൻ്റെ പദത്തിൻ്റെ അർത്ഥങ്ങൾ നോക്കാം. ബലം എന്ന് പറഞ്ഞാൽ ശക്തി, മഹത് വലിയത്, മന്യസേ കരുതുന്നു, സഹ കൂടെ, ഇന്ദ്രിയൈ ഇന്ദ്രിയങ്ങൾ, ജയഃ വിജയമാണ്, വിദഗ്ധം നിഷ്ഫലം. ഇനി നമുക്ക് അന്വയം നോക്കൂ. ഏന എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കാരണവശാൽ, ഏന കേനാഭി ഹേതുന, ഏതെങ്കിലും കാരണവശാൽ, ബലം എന്ന് പറഞ്ഞാൽ ബലം, മഹത് വാ, മഹത്തരമാണെന്ന്, മന്യസേ ചിന്തിക്കുകയാണെങ്കിൽ, താവത് ആ സമയത്ത്, ഇന്ദ്രിയൈഹി സഹ ഇന്ദ്രിയങ്ങളോട്, യുദ്ധം കുരുഷ യുദ്ധം ചെയ്യൂ അല്ലെങ്കിൽ ചെയ്യുക.
അത്ര ജയഃ അവിടെ ജയിക്കുകയാണെങ്കിൽ തേ ബലം നിന്റെ ആ ബലം മഹത്ത് മഹത്തരമാണെന്ന് കണക്കാക്കാം. എന്നുവെച്ചാൽ എന്താണ്? ഇന്ദ്രിയങ്ങളെ ജയിക്കുകയാണെങ്കിൽ നിന്റെ ബലം എന്താണ്? മഹത്തരമാണെന്ന് കണക്കാക്കാം. ഇനി തേ ബലം നിന്റെ ആ ബലം പരാജയഃ ചേത് പരാജയപ്പെടുകയാണെങ്കിൽ, ഇന്ദ്രിയങ്ങളോട് പരാജയപ്പെടുകയാണെങ്കിൽ തേ ബലം നിന്റെ ബലം എന്താണെന്ന് പറയേണ്ടി വരും? വിദഗ്ധം ച നിഷ്ഫലമാണ്. ഇത്രയേ ഉള്ളൂ. എന്താ പറയണേ? ഏതെങ്കിലും ഒരു കാരണവശാൽ ബലം മഹത്തരമാണെന്ന് ചിന്തിക്കുകയാണെങ്കിൽ ആ സമയത്ത് ഇന്ദ്രിയങ്ങളോട് നീ യുദ്ധം ചെയ്യുക. അവിടെ ജയിക്കുകയാണെങ്കിൽ നിന്റെ ബലം എന്ന് പറയുന്നത് മഹത്തരമാണെന്ന് കണക്കാക്കാം. ഇന്ദ്രിയങ്ങളെ ജയിക്കുകയാണെങ്കിൽ നിന്റെ ബലം എന്താണെന്ന് പറയാം? മഹത്തരമാണെന്ന് കണക്കാക്കാം. ഇനി തേ ബലം നിന്റെ ബലം പരാജയപ്പെടുകയാണെങ്കിൽ, ഇന്ദ്രിയങ്ങളോട് പരാജയപ്പെടുകയാണെങ്കിൽ ആ നിന്റെ ബലം എന്താണെന്ന് പറയാം? നിഷ്ഫലമാണെന്ന് പറയാം. ഇത്രയേ ഉള്ളൂ ചാപ്റ്റർ 7 എന്ന് പറയുന്നത്. അപ്പോൾ ജനുവരി 2 തൊട്ട് സംസ്കൃതത്തിന് വേണ്ടിയിട്ട് ഓൺലൈൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കേരള സിലബസിലുള്ള സ്റ്റാൻഡേർഡ് 5 തൊട്ട് 10 വരെയുള്ള കുട്ടികൾക്കാണ് യൂസ്ഫുൾ ആവുക. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 9846770380 ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോസും ഷോർട്സൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റിലൂടെ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.